ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്നോബിൾ ടെക്നോളജീസിൻ്റെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തിനടുത്തുള്ള പടന്നക്കാട് നമ്മുടെ മുനീർ സാഹിബിൻ്റെ വീട്ടിലാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. നെഹ്റു കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മുനീർ സാഹിബിൻ്റെ വീട്ടിൽ നമ്മൾ ഗേറ്റ് ഓട്ടോമേഷൻ മുതൽ കംപ്ലീറ്റ് ഓട്ടോമേഷൻ ചെയ്തിട്ടുള്ളൊരു വീടാണ്. ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്യുന്ന സ്ഥലങ്ങൾ പലപ്പോഴും വരുന്ന ഒരു വലിയ കൺസേൺ ആണ് സെക്യൂരിറ്റി. ഇത്രയും വലിയ ഹെവി ആയിട്ടുള്ളൊരു ഗേറ്റ്, 1400 kg ഉള്ളൊരു ഗേറ്റ് ആണ്. ഇത്രയും വലിയ ഹെവി ആയിട്ടുള്ളൊരു ഗേറ്റ് സ്ലൈഡ് ചെയ്ത് വരുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിൽ അപകടങ്ങൾ സംഭവിക്കുമോ, വലിയ വില കൂടിയ വണ്ടികളൊക്കെ പോകുമ്പോൾ വണ്ടിയിലൊക്കെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെയുള്ളൊരു വിഷയം വരുന്നുണ്ട്. അതിന് നമുക്ക് ഗേറ്റിന് 2 സൈഡിലുമായിട്ട് സെൻസർ, പുറത്ത് 2 സൈഡിലും സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ എക്സ്ട്രാ ഈ വീടിൻ്റെ പില്ലറിൻ്റെ ഉൾഭാഗത്തായിട്ട് ഗേറ്റിനോട് ചാരി തന്നെ വീടിൻ്റെ എക്സ്ട്രാ സെൻസർ ഉണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കയറി വരുന്ന സമയത്ത് വണ്ടിയിലൊന്നും ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ സെൻസർ കൊടുത്തിട്ടുള്ളത്. പുറത്ത് വീടിൻ്റെ അകത്തെ സെൻസർ ഗേറ്റിൻ്റെ തൊട്ടടുത്ത്, ഗേറ്റിൻ്റെ റെയിലിൽ തന്നെ ആരെങ്കിലും പാസ് ചെയ്ത് കഴിഞ്ഞാൽ, കുട്ടികൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാലും അവർക്കൊന്നൊരു അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ടോട്ടൽ 2 പെയർ സെൻസർ ചെയ്തിട്ടുള്ള ഓട്ടോമാറ്റിക് ഗേറ്റ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ വീട്ടിൽ നമുക്ക് ഈ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗേറ്റിൻ്റെ വെയിറ്റ് തന്നെയായിരുന്നു. ഈ ഗേറ്റിന് പ്രത്യേക കാര്യം വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി സോളിഡ് GIയിലാണ് ഇതിൻ്റെ ഈ ഫ്രെയിം കംപ്ലീറ്റ് സെറ്റ് ചെയ്തത്. ഉൾഭാഗത്ത് അതിന് പുറത്താണ് ഈ ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടോട്ടലി ഗേറ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1400 kg ആണ്. ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു ഗേറ്റിനെ ഇത്രയും സ്മൂത്തായിട്ട് സ്ലൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇറ്റലിയുടെ ബെനിൻക എന്ന് പറഞ്ഞ ബ്രാൻഡ് മോട്ടറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അത്രയും നല്ല മോട്ടർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ കംപ്ലയിൻറ്റ് റേഷ്യോ കുറവാണ്. നല്ല സ്മൂത്തായിട്ട്, ഇത്രയും ഹെവി ഗേറ്റ് ആയിട്ട് പോലും നല്ല സ്മൂത്തായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ മറ്റെല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമുക്ക് റിമോട്ട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ മൊബൈലിൽ നിന്ന് ഓട്ടോമേഷനിൽ നമുക്ക് തുറക്കാൻ പറ്റും. ഇത് കൂടാതെ നമുക്ക് ഈ വീഡിയോ ഡോർ ഫോണിൻ്റെ ഡിവൈസിൽ കാർഡ് ടാപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ഗേറ്റ് തുറക്കാം. ഇത് കൂടാതെ ഇതിൻ്റെ ഇൻഡോർ ഡിവൈസിൽ നിന്നും ഗേറ്റ് തുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ 4 ഡിഫറെൻറ്റ് ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഗേറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള സൊല്യൂഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ ഷട്ടർ ഓട്ടോമേഷൻ്റെ വിഷ്വൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇത്രയും വലിയ ടോട്ടൽ 7.25 മീറ്റർ വീതിയുള്ള ഒരു ഷട്ടറാണ്. ചെറിയ ഷട്ടറല്ല, അത്രയും വലിയ ഷട്ടർ വളരെ സ്മൂത്തായിട്ട് നമ്മൾ ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്, ഇത് ആദ്യം ഒരു പഴയ ഷട്ടർ ആദ്യമായി ചെയ്തിട്ടുണ്ടായ ഷട്ടറാണ്. അപ്പോൾ നമുക്ക് വന്ന ഒരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഷട്ടറിനെ ഓട്ടോമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് റീമാനുഫാക്ചർ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഷട്ടർ ഒന്നും ചേഞ്ച് ചെയ്യാതെ തന്നെ ഷട്ടറിൻ്റെ ഉള്ളിൽ ചെറിയൊരു ചേഞ്ചസ് മാത്രം വരുത്തിയിട്ട് നമ്മൾ ഈ ഷട്ടറിനെ മൊത്തത്തിൽ ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ട്. ഷട്ടർ ഓട്ടോമേഷനിൽ നമുക്ക് ഇത് നോർമലി റോളിംഗ് ഷട്ടറാണ്. റോളിംഗ് ഷട്ടർ അല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മുകളിലേക്ക് പോകുന്ന ടൈപ്പ് ഓഫ് ഷട്ടറുകൾ ചെയ്യാൻ പറ്റും. സൈഡിലേക്ക് സ്ലൈഡ് ചെയ്ത് പോകുന്ന ടൈപ്പ് ഓഫ് ഷട്ടേഴ്സ്, ഗേറ്റ് പോലെ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ പാർക്കിങ്ങിന് നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് അവൈലബിൾ ആണ്. ഓരോ കസ്റ്റമേഴ്സിനും ഓരോ റിക്വയർമെൻറ്റ്സിന് അനുസരിച്ചുള്ള സൊല്യൂഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട് ഷട്ടർ ഓപ്പൺ ആക്കാൻ, ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് റിമോട്ട് അവൈലബിൾ ആണ്. നമുക്ക് വണ്ടിയിലേക്ക് വെക്കാൻ വേണ്ടി റിമോട്ട് ഉണ്ട്. മൊബൈൽ ഓട്ടോമേഷനിലും ഷട്ടർ ഓട്ടോമേഷൻ വർക്ക് ചെയ്യും. ഇത് കൂടാതെ നമുക്ക് മാനുവലായിട്ട് ഇവിടെ സ്വിച്ചസ് ഉണ്ട്. ഇൻ കേസ് നമ്മൾ റിമോട്ടൊക്കെ എടുക്കാൻ പറഞ്ഞാൽ കീ ഉണ്ടെങ്കിൽ മാനുവൽ കീ തുറന്നിട്ട് നമുക്ക് ഷട്ടർ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും എല്ലാ ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇനി പോകാൻ പോകുന്ന ഈ വീടിൻ്റെ പൂൾ ഏരിയയിലേക്കാണ്. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ ചെയ്തിട്ടുണ്ട് വീട്ടിൽ. സാധാരണ വീടുകളിലേക്ക് പൂൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പാരൻസിൻ്റെ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് കുട്ടികളുടെ സേഫ്റ്റിയാണ്. അത്തരം സേഫ്റ്റി ഇഷ്യൂസ് ഉള്ള സ്ഥലങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എൻട്രൻസ് ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ്ലി വെതർ പ്രൂഫ് ആയിട്ടുള്ള കീപാഡും പ്ലസ് അതിൻ്റെ EM ലോക്കും ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇത് കംപ്ലീറ്റ്ലി വെതർ പ്രൂഫാണ്. വെള്ളമോ പിന്നെ പൊടിയോ അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ലാത്ത ഒരു ലോക്കാണ് ചെയ്തിട്ടുള്ളത് നമ്മളിവിടെ. വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ടോട്ടൽ 32 ക്യാമറ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഈ ചെയ്തിരിക്കുന്ന ക്യാമറകളുടെയൊക്കെ പ്രത്യേകത നിങ്ങൾ കാണേണ്ടത്, ഈ വീട് നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് കായലാണ്. ഈ ഭാഗത്ത് ഉപ്പുകാറ്റ് വരുന്ന സ്ഥലമാണ്. 8 മാസത്തിലേറെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ക്യാമറയാണിത്. ഈ ക്യാമറയിൽ ഒരു ക്യാമറയിൽ പോലും എവിടെയും ഒരു ഡസ്റ്റ് പോലും പിടിച്ചില്ല. ഇതുപോലെ നിങ്ങൾ വീടിൻ്റെ ക്യാമറ ഒന്ന് തുടച്ച് വൃത്തിയായി കഴിഞ്ഞാൽ എന്ന് ഇൻസ്റ്റാൾ ചെയ്ത ക്ലാരിറ്റിൻ്റെ അതേ വൃത്തിയിലേക്ക് ക്യാമറ വരുന്നതാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെയുള്ള കായൽ ഏരിയയിലേക്ക്, സീഷോർ ഏരിയയിലേക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ചെയ്യുന്ന പ്രൊജക്ട് സീരീസ് ക്യാമറകൾ, ആ ക്യാമറകളുടെ ബോഡി വരുന്നത് അലോയ് മെറ്റലിലാണ്. അലോയ് മെറ്റലിൽ പൗഡർ കോട്ടഡ് ആയിട്ട് വരുന്ന ബോഡി ആയതുകൊണ്ട് തന്നെ എത്ര രീതിയിലുള്ള ഉപ്പുകാറ്റോ അല്ലെങ്കിൽ വേറെ എന്ത് വെതർ ചേഞ്ചസ് വന്നാലും ആ ക്യാമറേൻ്റെ ബോഡിയെ ഒന്നും എഫക്റ്റ് ചെയ്യുന്നതല്ല. ഈ ക്യാമറ നമ്മൾ ചെയ്തിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് നമ്മൾ ആ പൂൾ ഏരിയയിൽ അടക്കമുള്ള ഇതിൻ്റെ എല്ലാ ഏരിയയിലും GIൻ്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത്. ഒറിജിനൽ GIയിൽ വർക്ക് ചെയ്തിട്ട് അതിൽ പിന്നെ അപ്പോക്സി പെയിൻറ്റിങ് ചെയ്തിട്ടുള്ള സ്ഥലമായിട്ട് പോലും ഇതിൽ ഡസ്റ്റ് പിടിച്ചിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ഉപ്പുകാരൻ്റെ കാരണം കൊണ്ടാണ്.
പക്ഷേ നമ്മുടെ ക്യാമറയിൽ എവിടെയും ഒരു ഡസ്റ്റോ അല്ലെങ്കിൽ പെയിൻറ്റ് പൊളിഞ്ഞോ ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പിന്നെ അടുത്ത വീടിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് നമുക്ക് രാത്രിയൊക്കെ ആണെങ്കിൽ അകത്ത് കയറി ലൈറ്റിന് സ്വിച്ചൊക്കെ തരേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ. അതൊന്നുമില്ല. വീടിൻ്റെ അകത്ത് ചുമ്മാ കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൻ്റെ സെൻസറിലാണ് ഇതിൻ്റെ ലൈറ്റിംഗ് വർക്ക് ചെയ്യുന്നത്. ഈ വീട് ഓട്ടോമേഷൻ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ക്ലയൻറ്റ് പറഞ്ഞ സമയത്ത്, മുനിസാബ് പറഞ്ഞ സമയത്ത് നമുക്ക് ഏറ്റവും വലിയ ടാസ്ക് ഉണ്ടായിരുന്നത്. ഇവിടെ ഇപ്പോൾ 12 വർഷം മുമ്പ് വീടാണിത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് സ്വിച്ചുകൾ ആ സമയത്ത് സ്നൈഡറിൻ്റെ മോഡലായിട്ടുള്ള സ്വിച്ചുകളായിരുന്നു. ഇതിലൊരു സ്വിച്ച് പോലും ചേഞ്ച് ചെയ്യാതെ ഈ വീട് ടോട്ടൽ ഓട്ടോമേഷൻ ചെയ്യുന്നുള്ളതായിരുന്നു നമ്മുടെ ആർക്കിടെക്റ്റും ക്ലയൻറ്റും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓട്ടോമേഷൻ മൊഡ്യൂളാണ് ചെയ്തിട്ടുള്ളത്. വൈഫൈ ബേസ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ആണ് ചെയ്തിട്ടുള്ളത്. എല്ലാ സ്വിച്ച് ബോർഡിൻ്റെ അകത്തേക്കും ഇതുപോലെ മൊഡ്യൂൾ വെച്ചിട്ടാണ് ഞങ്ങൾ ഓട്ടോമേഷൻ ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ എല്ലാ ഏരിയയിലും നമ്മൾ ഇതുപോലത്തെ മൊഡ്യൂൾസ് വെച്ച് ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ബെഡ്റൂമുകളും അതുപോലെ തന്നെ ഔട്ട്ഡോർ ഏരിയകളും വീടിൻ്റെ ഗാർഡൻ ലൈറ്റുകൾ അതേപോലെ തന്നെ ഈ സെൻസറും വിത്ത് ഈ മൊഡ്യൂൾ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ക്യാമറയുടെ ഔട്ട്ഡോർ ഏരിയയിൽ എവിടെയെങ്കിലും സെൻസിങ് വരികയാണെങ്കിൽ അതും ഈ മൊഡ്യൂൾ വഴി കംപ്ലീറ്റ് ലൈറ്റുകൾ ഔട്ട്ഡോർ ലൈറ്റുകൾ ഓൺ ആവുന്നതാണ്. ഇവിടെ ഈ ഡോറിൻ്റെ മുകളിലായിട്ട് ഇവിടെ നമുക്ക് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഈ സെൻസർ പാസ്സാകുന്നതോടെ ഈ പാസേജിലെ ലൈറ്റുകളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ഇനി നമുക്കിവിടെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കായിട്ട് വരുന്ന ലൈറ്റുകൾ ഇതെല്ലാം ഓട്ടോമേഷനിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലൈറ്റുകൾ ഈ സൈഡിലേക്കുള്ള ലൈറ്റുകളെല്ലാം ഓട്ടോമേഷനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പാസേജ് കഴിഞ്ഞിട്ട് നമ്മൾ കയറി പോകുന്നത് ഈ വീടിൻ്റെ കിച്ചൺ സൈഡിലേക്കാണ്. കിച്ചൺ ഭാഗത്താണ് ഇതുപോലെ തന്നെ എൻട്രി വരുന്ന ഭാഗം. കിച്ചണിൽ നിന്ന് പുറത്തുനിന്ന് കയറി വരാനുള്ള ഒരു എൻട്രി ഏരിയ ഉണ്ട്. അവിടെ ഇതുപോലെ തന്നെ നമ്മൾ സെൻസർ ചെയ്തിട്ടുണ്ട്. ഒരു 12 വർഷം മുമ്പ് ചെയ്തൊരു വീടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലയൻറ്റിന് നമുക്കുണ്ടായ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു എല്ലാ ഏരിയയിലേക്കും കൃത്യമായിട്ട് വൈഫൈ കണക്ഷൻ കിട്ടണം, നെറ്റ്വർക്ക് എല്ലാ റൂമിലേക്കും കേബിൾ വഴി തന്നെ പോകണം എന്നുള്ളത്. അത്തരം അവസരത്തിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, വീടിൻ്റെ അകത്ത് വന്നിരുന്ന ഒരു ലൈനിനെ നമ്മൾ എന്ത് ചെയ്തു, മെയിൻ ലീഡാക്കി മാറ്റിയിട്ട് വീടിൻ്റെ അകത്ത് തന്നെ ഒരു നെറ്റ്വർക്ക് സ്വിച്ച്, നെറ്റ്ഗിയറിൻ്റെ തന്നെ ലൈഫ് ടൈം വാറണ്ടി ഉള്ള നെറ്റ്ഗിയർ സ്വിച്ച് വെച്ചിട്ട് ഇവിടെ നിന്നാണ് വീടിൻ്റെ അകത്തേക്കുള്ള എല്ലാ സപ്ലൈ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് വീഡിയോ ഡോർ ഫോണാണ്. വീഡിയോ ഡോർ ഫോണിൽ അക്വോക്സിൻ്റെ വീഡിയോ ഡോർ ഫോൺ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് 10 ഇഞ്ച് സ്ക്രീനിൽ. നമ്മളടുത്ത് 7 ഇഞ്ച് ലിനക്സ് ഉണ്ട്, 8 ഇഞ്ച് ആൻഡ്രോയിഡ് ഉണ്ട്, 10 ഇഞ്ച് ആൻഡ്രോയിഡ് ഉണ്ട്. 10 ഇഞ്ച് സ്ക്രീനാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന 4 നമ്പേഴ്സിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്യാം. ഈവൻ ആള് നാട്ടിലുണ്ടെങ്കിലും പുറത്താണെങ്കിലും അവരുടെ മൊബൈലിലേക്ക് വീഡിയോ കോൾ ചെയ്യാം. തിരിച്ച് അവർക്ക് ഇങ്ങോട്ടും ഫാമിലി മെമ്പേഴ്സിന് അവർക്ക് ഇങ്ങോട്ടും വീഡിയോ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പുറത്തുനിന്ന് ഗേറ്റിൻ്റെ അവിടെ നിന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ നിങ്ങളുടെ ആളെ ഇവിടെ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ആളെ കണ്ട് സംസാരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അവർക്ക് വേണമെങ്കിൽ ഗേറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കാനുള്ള ഗേറ്റിൻ്റെ ട്രിഗറും ഇവിടെ തന്നെ ഇതിൽ തന്നെ അവൈലബിൾ ആണ്. അത് കൂടാതെ ഇപ്പോൾ അവിടെ നിന്ന് ഒരാൾ കോൾ ചെയ്തു, വീടിൻ്റെ അകത്തുള്ള ലേഡീസിന് പുറത്ത് വന്ന ആളെ പരിചയമില്ലെങ്കിൽ അവർക്ക് ഇവിടുന്ന് കോൾ ഫോർവേഡ് ചെയ്യാം. ഫോർവേഡ് ചെയ്താൽ വീട് ഹൗസ് ഓണർ പുറത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദുബായിലോ സൗദിയിലോ എവിടെയാണെങ്കിലും അവരുടെ മൊബൈലിൽ കോൾ അറ്റൻഡ് ചെയ്ത് ആളെ കണ്ട് സംസാരിച്ച് വേണമെങ്കിൽ ഗേറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കാനുള്ള സൊല്യൂഷനും ഈ ഒരു അക്വോക്സിൻ്റെ വീഡിയോ ഡോർ ഫോണിൽ അവൈലബിൾ ആണ്. ഇവിടെ അക്വോക്സിൻ്റെ ഈ സ്ക്രീനിൽ നമുക്ക് എല്ലാ ആപ്ലിക്കേഷൻസും ഇൻക്ലൂഡിങ് ഈ വീട്ടിലെ ക്യാമറ വരെ നമുക്കിതിൽ ഈ ആപ്ലിക്കേഷൻസിൽ അവൈലബിൾ ആണ്. 10 ഇഞ്ചിൻ്റെ അക്വോക്സിൻ്റെ ക്ലൗഡ് ബേസ്ഡ് വീഡിയോ ഫോണിൻ്റെ സ്ക്രീനിൻ്റെ അകത്ത് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ക്യാമറയുടെ കംപ്ലീറ്റ് വിഷ്വൽ കിട്ടുന്നത്. ഇതുപോലെ നമുക്ക് വീടിൻ്റെ ടോട്ടൽ ഏരിയ ക്യാമറയുടെ വിഷ്വൽ വരെ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് വീടിൻ്റെ അകത്ത് ലൈവായിട്ട് കാണാൻ പറ്റും. ഇത് കൂടാതെ നമുക്കിതിലുള്ള ഓപ്ഷൻസ് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എന്ത് ആപ്ലിക്കേഷൻസ് ഓട്ടോമേഷനായിട്ട് ബന്ധപ്പെട്ട് എന്ത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും നോർമൽ ഒരു ടാബിൽ ചെയ്യുന്ന അതേപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അടുത്ത് നമ്മൾ കയറുന്നത് വീടിൻ്റെ അകത്തൊരു ബെഡ്റൂമിലേക്കാണ്. ഈ വീടിൻ്റെ അകത്ത് നമ്മൾ എല്ലാ സ്വിച്ചുകളും AC, ഫാൻ എല്ലാം ഓട്ടോമേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കസ്റ്റമറുടെ റിക്വയർമെൻ്റ് ആയിരുന്നു. കൂടാതെ തന്നെ ഈ വീട്ടിൽ എല്ലാ റൂമുകളിലേക്കും നമുക്ക് വൈഫൈ സൊല്യൂഷൻ വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. സാധാരണ ഇത്രയും വലിയ വീടുകൾ വൈഫൈ ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ഏരിയയിൽ 1-2 ആക്സസ് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ എയർ ടൈറ്റ് റൂം ആകുമ്പോൾ AC കിട്ടാൻ ഡോർ അടച്ചതിന് ശേഷം വൈഫൈ കിട്ടില്ല. അതിന് പകരമായിട്ട് ചെയ്തതാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഫേസ് പ്ലേറ്റ് വൈഫൈ എന്നുള്ള സൊല്യൂഷൻ. ഇതിൽ വേണമെങ്കിൽ ഇവിടെ ലാപ്ടോപ്പ് വെച്ചിട്ട് നമുക്കൊരു പാച്ച് കോഡ് കൊടുത്ത് പ്ലഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കൂടാതെ ഇതിൽ വൈഫൈയും കൂടി അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് വൈഫൈ വേണ്ടെങ്കിൽ ഈ വൈഫൈ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് കൂടാതെ നമ്മുടെ ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റ് താഴെ നമ്മൾ കൊടുത്തൊരു സ്ഥലത്ത് നമ്മൾ വൈഫൈ കൺട്രോളർ എന്ന് പറഞ്ഞ ഡിവൈസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുട്ടികളെ ബെഡ്റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വൈഫൈ ഓഫ് ചെയ്യാം. നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷനിൽ വൈഫൈ ഓഫ് ചെയ്യാനുള്ള സൊല്യൂഷൻ ഉണ്ട്. വേണമെങ്കിൽ അവരുടെ വൈഫൈൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള സൊല്യൂഷൻസ് ഉണ്ട്. ഇത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വൈഫൈ സൊല്യൂഷനാണ് നമ്മൾ ഈ വീട്ടിൽ ചെയ്തിട്ടുള്ളത്.